ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണാനിടയായി. വളരെ അർത്ഥവത്തായിട്ടുള്ള വീഡിയോ ക്ലിപ്പ്. അതെങ്ങനെയാണ് ഒരു ചെറിയ പക്ഷി അതിൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്ത 5 മീനുകൾ തൻ്റെ ചുണ്ടിൽ കൊത്തിപ്പിടിച്ച് ഒരു നദിയുടെ തീരത്തുള്ള മരക്കൊമ്പിൽ ഇരിക്കുക. 5 ഒരുമിച്ചാണ് കേട്ടോ. ആ മരക്കമ്പിൽ ഇരുന്ന് റിലാക്സ് ചെയ്ത് അത് ഓരോന്ന് ഭക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിഴുങ്ങുവാനുള്ള ശ്രമത്തിനിടയിൽ അതിൻ്റെ ചുണ്ടിൽ കൊത്തിപ്പിടിച്ചിരുന്ന 5 മീനുകളിൽ ഓരോന്നിന് വിഴുങ്ങാൻ, ഓരോ പ്രാവശ്യം വിഴുങ്ങാൻ ശ്രമിക്കുമ്പോഴും ഓരോന്നായിട്ട് അത് ആ ചുണ്ടിൽ നിന്ന് തെറിച്ച്, വിഴുങ്ങാൻ പറ്റാതെ തെറിച്ച് ആ നദിയിലേക്ക് തന്നെ പതിക്കുന്നതായി കാണാനിടയായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5 4 തൻ്റെ ചുണ്ടിൽ നിന്ന് തെറിച്ച് നദിയിലേക്ക് തന്നെ പോയി. ഒടുവിൽ 1 മാത്രമാണ് ആ പക്ഷിക്ക് തൻ്റെ വിശപ്പിന് വിഴുങ്ങാൻ കഴിഞ്ഞത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എത്ര അധികമായി വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും, അധികമായി ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, നമുക്ക് യോഗ്യമായത് നമ്മുടെ ലിമിറ്റിനുള്ളിൽ ഉള്ളത് മാത്രമേ നമുക്ക് ആസ്വദിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് നാം സമ്പാദിക്കുന്നതും നാം നേടിയെടുക്കുന്നതൊന്നും അത് ഉപയോഗപ്രദമാകുകയില്ല എന്നുള്ളതാണ് ഈ ചെറിയ ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുപോലെയല്ലേ? സമ്പത്തിനാണെങ്കിലും സ്ഥാനമാനങ്ങൾക്കാണെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിലനിന്നുകൊണ്ട് അതിനെ യോഗ്യമാക്കി വർണ്ണാഭമാക്കുവാൻ കഴിയുന്നതിന് പകരമായിട്ട് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാകണം എന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ വലിയവനാകണം എന്നുള്ള വ്യാമോഹത്താൽ പലതും വെട്ടിപ്പിടിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ സംഭവിക്കുവാൻ പോകുന്നത്, അധികമായി വെട്ടിപ്പിടിക്കുന്നതും അധികമായി സമ്പാദിച്ചു വെക്കുന്നതും അധികമായി സ്വരൂപിച്ചു വെക്കുന്നതും ഒന്നും നമുക്ക് പ്രയോജനപ്പെടുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ കപ്പാസിറ്റി തന്നിട്ടുണ്ട്, ഓരോ ലിമിറ്റേഷൻസ് തന്നിട്ടുണ്ട്. ആ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ക്രമപ്പെടുത്തുന്ന ഏത് ക്രമീകരണവും അത് അതിൻ്റെതായ സുഗമമായ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനുവേണ്ടി നമ്മളെ പ്രാപ്തരാക്കാൻ ദൈവത്തിന് കഴിയും. അവിടെയാണ് വിജയം നിശ്ചിതമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ആ തിരിച്ചറിവോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തിയുടെ പിന്നിൽ ദൈവത്തിൻ്റെ ശക്തമായ കരം നമുക്ക് വെളിപ്പെടുവാൻ കഴിയും. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണ സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് അദ്ദേഹം ഇങ്ങനെയാണ് ഓർപ്പിച്ചത്: എൻ്റെ മരണശേഷം എന്നെ കിടത്തുന്ന ശവപ്പെട്ടിയുടെ 2 സൈഡിലും ഓരോ ദ്വാരമുണ്ടാക്കിയിട്ട് എൻ്റെ 2 കരങ്ങളും വെളിയിലോട്ട് ഇട്ട് നഗരത്തിൽ മുഴുവൻ ആ ഒരു ഡെഡ് ബോഡിയുമായിട്ട് നിങ്ങൾ ഒരു യാത്ര ചെയ്യണം. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാണ് പ്രഭോ അതിങ്ങനെ ചെയ്യുന്നത്? അത് എങ്ങനെയാ പറഞ്ഞത്? ഞാൻ നല്ല സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, സ്ഥാനമാനങ്ങളിൽ ഇരിക്കുമ്പോൾ സാമ്രാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് ഞാൻ വെട്ടിപ്പിടിച്ചു, ഒത്തിരി സമ്പാദിച്ചു, ഒത്തിരി ഉണ്ടാക്കി, എൻ്റെ കഴിവ് ഞാൻ തെളിയിച്ചു അവിടെ. പക്ഷെ നേടിയതൊന്നും ഈ മരണത്താൽ ഞാൻ പോകുമ്പോൾ ഒരു ചെറിയൊരു സാധനം പോലും ഞാൻ നേടിയതും വെട്ടിപ്പിടിച്ചതും ചേർത്ത് വെച്ചതുമായ ഒന്നും കൊണ്ടുപോകാൻ കഴിയാതെ ഞാൻ എൻ്റെ കൈകൾ എങ്ങനെ എംപ്റ്റി ആയിട്ട് ഇങ്ങോട്ട് ജനിച്ചു, ആ എംപ്റ്റി ആയിട്ട് ഒന്നുമില്ലാത്തവനെ പോലെയാണ് തിരിച്ചു പോകുന്നതെന്ന് ലോകം തിരിച്ചറിയണം. അതൊരു നല്ല സന്ദേശമാണ്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് തന്നെ, നമ്മൾ എന്ത് വെട്ടിപ്പിടിച്ചാലും, അനർഹമായിട്ട് എന്ത് നേടിയാലും അതൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതായ ഒരു അനുഭവമാണ് ഇന്ന് ലോകത്തിലുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ പരിധികൾ മനസ്സിലാക്കി അതിൽ നിലനിന്നുകൊണ്ട് നേടിയതും അധ്വാനിച്ചതും 5 മീനുകളെയാണ്. കൊത്തി പറന്ന് മരക്കമ്പ് വരെ എത്തിച്ചതും 5 മീനുകളെയാണ്. പക്ഷെ അതിനെ കഴിക്കാൻ നോക്കുമ്പോൾ 5 4 നഷ്ടപ്പെട്ടു പോയി. 1 മാത്രമേ അതിൻ്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് അതിന് ഭക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള ആ സത്യം നമ്മുടെയും ജീവിതത്തിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു മെസ്സേജായി മാറട്ടെ. നമുക്കും ഒരു ചേഞ്ചിന് വേണ്ടി ആഗ്രഹിക്കാം. മറ്റുള്ളവൻ എന്താകുന്നു
അവൻ എന്തായി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ആവലാതിപ്പെട്ട് അവനെ പോലെ ആകുവാൻ ഏത് രീതിയും വഴികളും നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ലിമിറ്റുകൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമുക്ക് കിട്ടിയ അവസരങ്ങൾ, നമുക്ക് കിട്ടിയ സ്ഥാനങ്ങൾ, അതിന്റെ യോഗ്യതയും അതിൻ്റെതായ ലിമിറ്റേഷൻസും മനസ്സിലാക്കി നിൽക്കാൻ, അതിലൂടെ അനേകർക്ക് ഒരു ആശ്വാസമായി മാറാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അതിനുവേണ്ടി നമ്മളെല്ലാവരും ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.